ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ ഒരു കാര്യം പറയുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ അല്ല, രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് മുന്നേ തോന്നുന്നു ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരു ടാർഗറ്റ് വെച്ചായിരുന്നു. പക്ഷേ എനിക്കതിൽ മിസ്റ്റേക്ക് പറ്റി. ഞാൻ എൻഡിലാണ് ടാർഗറ്റ് വെച്ചത്. കാരണം എൻഡ് വരെ ആരും എനിക്ക് തോന്നുന്നു വീഡിയോ കണ്ടില്ല, അതുകൊണ്ട് ആരും ടാർഗറ്റിൻ്റെ കാര്യം അറിഞ്ഞ പോലും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആകുമ്പോൾ എൻ്റെ എൻഡ് വരെ കാണണമെന്നാണ്, അതുകൊണ്ടാണ് ഞാൻ എൻഡിൽ ടാർഗറ്റ് വെച്ചത്. ടാർഗറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, വളരെ ഒരു ചെറിയ ടാർഗറ്റ് ആയിരുന്നു വെച്ചത്. എൻ്റെ വീഡിയോയ്ക്ക് 5K വ്യൂസും ഒരു 1K ലൈക്കും ഒരു ചെറിയ ടാർഗറ്റാണ് വെച്ചത്. ചെറിയ ടാർഗറ്റ് വെച്ച് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് നമ്മൾ ചെറിയ ചാനലല്ലേ, അപ്പോൾ ചെറിയ ടാർഗറ്റ് വെക്കാമെന്ന് വിചാരിച്ചത് മാത്രമല്ല, ഞാൻ ഇതിനകത്ത് ടാർഗറ്റ് വെച്ച് വീഡിയോ ചെയ്തിട്ടുമില്ല. സാധാരണ ആദ്യമായിട്ട് ഒരു ടാർഗറ്റുള്ള ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ആ വീഡിയോയിൽ ടാർഗറ്റിനെ പറ്റി ആരും സംസാരിക്കുന്നത് പോലും ഞാൻ കേട്ടില്ല. എന്തായാലും ഞാൻ സെയിം ടാർഗറ്റ് ഈ വീഡിയോയ്ക്ക് വെക്കുവാണ്. 5K വ്യൂസും അതേപോലെ ഒരു 1K ലൈക്കും കിട്ടുവാണെങ്കിൽ ഞാൻ ആ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഞാൻ കളർ ഗ്രേഡിങ്ങിൻ്റെ ഒരു പ്രോപ്പർ അഡ്വാൻസ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അഡ്വാൻസ് വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രോപ്പർ വർക്ക് ഫ്ലോ പറഞ്ഞുതരും. നിങ്ങൾക്ക് ഏത് ലോഗ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വർക്ക് ഫ്ലോ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നോർമൽ ഐഫോൺ ഫുട്ടേജ് ആണോ, ഇനി ഐഫോൺ ലോഗ് ആണോ, മറ്റ് സോണി ആണോ, അതുപോലെ ബ്ലാക്ക് മാജിക് ആണോ, അതുപോലെ ഏതിപ്പം DJയുടെ ക്യാമറ ആയിക്കോട്ടെ, ഡ്രോൺ ഫുട്ടേജ് ആയിക്കോട്ടെ, ഗോപ്രോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാത്തിനും പ്രോപ്പറായിട്ടുള്ള വർക്ക് ഫ്ലോ ഞാൻ നിങ്ങൾക്ക് CSTയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ നിങ്ങൾക്ക് ഞാനൊരു പറഞ്ഞൊരു പ്രോപ്പർ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മളെന്തായാലും വീഡിയോ ടോപ്പിക്ക് പറയുന്നില്ല. ഇന്ന് കുറച്ച് നല്ലൊരു വീഡിയോ ആണ്. അതായത് നമ്മൾ ഡവഞ്ചി റിസോൾവ് ഓവറോൾ ഷോർട്ട് കട്ട്സ് ഇല്ലേ, ഷോർട്ട് കട്ട്സും ടിപ്സ് ആൻഡ് ചെറിയ മെത്തേഡും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഏകദേശം ഒരു 20 ഷോർട്ട് കട്ട്സും മെത്തേഡും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം ഒരു ബേസിക് തുടങ്ങി ഒരു അഡ്വാൻസ് ചെയ്തതിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, നിങ്ങൾ അത്യാവശ്യം ഡവഞ്ചി റിസോൾവ് ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഈ പറയുന്ന കുറച്ച് ഷോർട്ട് കട്ടെങ്കിലും നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. അത് നിങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എഡിറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, നമുക്ക് സമയം പെട്ടെന്ന് ഒരുപാട് സമയം കളയാതെ തന്നെ നമുക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്യണം അല്ലേ. സോ അതിനെന്താണ്, ഷോർട്ട് കട്ട് നിർബന്ധമാണ്. സോ അതുകൊണ്ട് കുറച്ച് ഷോർട്ട് കട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതും പറഞ്ഞ് കഴിപ്പിക്കത്തില്ല, നമുക്ക് നേരെ ഡവഞ്ചി റിസോൾവ് പോകാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഡവഞ്ചി റിസോൾവിൻ്റെ ഞാൻ പഴയൊരു പ്രൊജക്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യത്തെ മ്യൂട്ട് ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും നിങ്ങളൊരു മൂവ് ചെയ്ത് വിചാരിച്ചോ, ഞാൻ ടൈമിൽ ഇച്ചിരി ഒന്ന് ഒരു സൂം ആക്കുവാണ്. ടൈം ലൈൻ സൂം ആക്കാനായിട്ട് നമ്മുടെ ഈ ഒരു പ്ലസ് ബട്ടൺ ഉപയോഗിക്കാം, ടൈം ലൈൻ സൂം ആക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഒരു ആക്ഷൻ ചെയ്യുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഒരു ആക്ഷൻ ചെയ്തു, അതായത് ഞാൻ ടൈം ലൈൻ ടെക്സ്റ്റ് ഒന്ന് മൂവ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബാക്ക് പോകണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമാൻഡ് Z കൊടുക്കുവാണ്. കണ്ടോ, ഇത് ജസ്റ്റ് അൺഡു എന്ന് പറയും. നിങ്ങൾക്കിപ്പോൾ കമാൻഡ് Z പെട്ടെന്ന് ഷോർട്ട് കട്ട് മറന്നു പോയാൽ നിങ്ങൾ നേരെ എഡിറ്റിൽ വന്നിട്ട് ഇവിടെ കണ്ടോ, അൺഡു റീഡു കമാൻഡ് Z റീഡ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് കമാൻഡ് Z ആണ്. ഈ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ്. രണ്ടാമത്തെ ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പം ഒരു ക്ലിപ്പിനെ ഒരു ക്ലിപ്പോ അല്ലെങ്കിൽ ടെക്സ്റ്റോ എന്തെങ്കിലും ഒബ്ജക്റ്റോ ഇമേജിനോ കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല, നിങ്ങളെല്ലാം കോപ്പി ചെയ്യുന്ന പോലെ ജസ്റ്റ് ഇപ്പോൾ എന്ത് കോപ്പി ചെയ്യുന്ന പോലെയും ആ ഒരു ക്ലിപ്പിനെയോ ടെക്സ്റ്റിനെയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കമാൻഡ് C, അതുപോലെ എവിടെയാണ് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് കമാൻഡ് V, ഇങ്ങനെ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, വേറെ രീതിയിൽ കോപ്പി എടുക്കുക എന്ന് പറയുന്നത് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അതിനായിട്ട് ആ ക്ലിപ്പിനെ ഇങ്ങനെ സെലക്ട് ചെയ്ത് നിങ്ങൾ കീബോർഡിലെ Alt അല്ലെങ്കിൽ ഓപ്ഷൻ പ്രസ് ചെയ്തിട്ട് നേരെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ആവാം. ഇതൊന്നല്ല, നിങ്ങൾക്കിപ്പം ക്ലിപ്പ് ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഈസി ആയിട്ട് തന്നെ അതിങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. സോ ഈ ഷോർട്ട് കട്ടൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എഡിറ്റിങ്ങിൽ നിങ്ങൾക്ക് ഒരുപാട് കോപ്പി എടുക്കേണ്ടതും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടതൊക്കെ ആവശ്യം നിങ്ങൾക്ക് എന്തായാലും വരുന്നതായിരിക്കും. സോ നിങ്ങളതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മളെ മൂന്നാമത്തെ ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിപ്പിനെ ഡിലീറ്റ് ചെയ്യണം അല്ലേ. അപ്പം ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡിലീറ്റ് ആക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ടൈമിൽ നിനക്കൊരു വലിയൊരു ബ്ലാക്ക് സ്പേസ് കാണുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ട്രിപ്പിൾ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ അതിനായിട്ട് നിങ്ങൾ നേരെ ക്ലിപ്പിനെ സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്ലസ് ബാക്ക് സ്പേസ് അടിക്കുവാണെങ്കിൽ കണ്ടോ ആ ഒരു ക്ലിപ്പ് അവിടെ നിന്ന് ഡിലീറ്റ് ആയും ചെയ്തു, മറിച്ച് ബാക്കി ക്ലിപ്പും കാര്യങ്ങളൊക്കെ തിരിച്ചു വന്ന് ആ ഒരു ലൈൻ തന്നെ അറ്റാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ക്ലിപ്പ് ഡിലീറ്റ് ചെയ്ത ടൈമിൽ നിന്ന് ബ്ലാക്ക് സ്പേസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നാലാമത്തെ ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ മൗസിലെ സ്ക്രോൾ ബട്ടൺ വെച്ച് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളെ മൗസിലെ മിഡിലെ സ്ക്രോൾ ബട്ടൺ ഇല്ലേ. സോ ഇപ്പോൾ ഞാൻ സ്ക്രോൾ ബട്ടൺ ഡ്രാഗ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മേലോട്ടും താഴോട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആക്കി വെക്കുവാണെങ്കിൽ കണ്ടോ നമുക്ക് ഓരോ ലെയറിൻ്റെ ഇങ്ങനെ സൈസിങ് ഹൈറ്റ് ഇങ്ങനെ കൂട്ടാൻ പറ്റും. ഇത് മാനുവലി ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ ഈ ടൈം ലൈൻ വ്യൂ ഓപ്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് മാനുവലി ചെയ്യാം. അതിനേക്കാളും എളുപ്പമാണ് സ്ക്രോൾ ബട്ടൺ വെച്ച് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് ചില സമയത്തൊക്കെ ഈ ഒരു ഫീച്ചർ യൂസ്ഫുൾ ആയിട്ട് വരും. അതേപോലെ ഓഡിയോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ സ്ക്രോൾ ബട്ടൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഹൈറ്റ് കൂട്ടാൻ പറ്റും. മെയിൻലി ഓഡിയോയ്ക്കാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. നമുക്ക് ബീറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ കമാൻഡ് പ്രസ് ചെയ്തുകൊണ്ടാണെങ്കിൽ സ്ക്രോൾ ബട്ടൺ മൂവ് ആക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ടൈം ലൈൻ ഇങ്ങനെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾ മൗസിൽ
സ്ക്രോൾ ബട്ടൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾ എഡിറ്റ് പേജ് നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളെ 5th ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമാൻഡ് ബി. ഓക്കെ, കമാൻഡ് ബി എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കട്ട് ചെയ്യണം. ഈ ക്ലിപ്പ് എനിക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. നിങ്ങൾ പെട്ടെന്ന് ബ്ലേഡ് ടൂൾ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യും. പക്ഷേ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ക്ലിപ്പിനെ ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം കമാൻഡ് ബി അടിക്കുകയാണെങ്കിൽ കണ്ടോ അവിടെ ഒരു കട്ടിങ്ങിന് ഓട്ടോമാറ്റിക്കലി തന്നെ ആയിട്ടുണ്ട്. കമാൻഡ് ബി അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലേഡ് ടൂൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോഴും ആ സെലക്ഷൻ ടൂളിൽ തന്നെ നമ്മൾ കഴ്സർ ഇരിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ബ്ലേഡ് ടൂൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യം വന്നാൽ നിങ്ങൾ കീബോർഡിൽ ബി പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കഴ്സർ നോക്കി കഴ്സർ ഓട്ടോമാറ്റിക്കലി തന്നെ ഒരു ബ്ലേഡ് ടൂളായിട്ട് മാറിയിരിക്കുന്നതാണ്. ഇനി തിരിച്ച് നിങ്ങൾക്ക് ബ്ലേഡ് ടൂൾ മാറി സെലക്ഷൻ ടൂൾ ആക്കണമെങ്കിൽ വീണ്ടും എ പ്രസ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ നിങ്ങൾക്ക് ആ ബ്ലേഡ് ടൂൾ മാറിയിട്ട് അത് വേറെ ഒന്നുമില്ല ഈ ഒരു സംഭവമാണ്. ഇവിടെ നമുക്ക് ഷോർട്ട് കട്ട് അറിയത്തില്ലെങ്കിൽ അതിലോട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഷോർട്ട് കട്ട് കാണാൻ പറ്റുന്നതാണ്. കണ്ടോ ഈ ബ്ലേഡ് എഡിറ്റ് മോഡ് ബി ആണ്, അതുപോലെ ഇതിന് എ ആണ്. ഈ രണ്ട് ഫീച്ചർ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആവശ്യം വരും. പക്ഷേ മെയിൻലി എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ കമാൻഡ് ബി ഉപയോഗിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ട്രിം എഡിറ്റ് മോഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഇതാണ് സംഭവം. ഈ ട്രിം എഡിറ്റ് മോഡ് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ടൈം ലൈനിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലിപ്പിന് ഇത്തിരി ഒന്ന് ക്രോപ്പ് ചെയ്യണം. അപ്പം ജസ്റ്റ് അത് ട്രിം എഡിറ്റ് മോഡ് ഇല്ലാതെ ഒന്ന് ക്രോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഒരു ബ്ലാക്ക് സ്ക്രീന് ഫോം ആവുന്നതാണ്. അത് നമുക്ക് ആ ബ്ലാക്ക് സ്ക്രീൻ വേണ്ടായിരിക്കാനായിട്ട് നമ്മൾ വീണ്ടും ട്രിം എഡിറ്റ് മോഡ് ഓൺ ആക്കണം. അതിന് നിങ്ങൾ കീബോർഡിൽ ടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ട്രിം എഡിറ്റ് മോഡ് ഓട്ടോമാറ്റിക്കലി ഓൺ ആയിട്ടുണ്ട്. കണ്ടോ എ പ്രസ് ചെയ്താൽ സെലക്ഷൻ ടൂൾ ടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ട്രിം എഡിറ്റ് മോഡ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ വീണ്ടും അതിനെ കഴ്സറിൽ വെച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ നമ്മുടെ ടൈം ലൈൻ മൊത്തം അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഡ്രാഗ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഓഡിയോ കൂടെ ഒരുമിച്ച് ഡ്രാഗ് ആക്കണമെങ്കിൽ അതിനെയും സെലക്ട് ചെയ്ത് അതുപോലെ ഓഡിയോ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കമാൻഡ് പ്രസ് ചെയ്തിട്ട് രണ്ടും സെലക്ട് ചെയ്താൽ മതി. ബട്ട് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ ആ ഒരുമിച്ച് ആ ഓഡിയോയും കാര്യങ്ങളും എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ഒരുപാട് ടൈം ലൈനിൽ ഒരുപാട് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് അറ്റാച്ച് ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെ ക്രോപ്പ് ചെയ്ത് ഈ ട്രിം എഡിറ്റ് മോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഫീച്ചർ ട്രിം എഡിറ്റ് മോഡ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നല്ലൊരു യൂസ്ഫുൾ ഫീച്ചറാണ്. നിങ്ങൾക്ക് വലിയ ടൈം ലൈനും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതെന്നൊക്കെ ഒരുപാട് മൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇതിനെ സെലക്ട് ചെയ്ത് അങ്ങോട്ട് നീക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ട്രിം എഡിറ്റ് മോഡിന് വേറൊരു യൂസ്ഫുൾ ഫീച്ചറും കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു ക്ലിപ്പിൻ്റെ അകത്ത് ഇത്രയാണ് എനിക്ക് ഞാൻ ടൈമിൽ വലുതായി കാണിച്ചു തരാം. അപ്പോൾ ഈ ക്ലിപ്പിൽ ഇവിടെ മുതൽ ഇവിടം വരെയാണ് എൻ്റെ ഫ്രെയിം. അപ്പോൾ നമുക്ക് ഈ കട്ട് അനക്കണ്ട, പക്ഷേ ഇതിൻ്റെ അകത്തുള്ള വീഡിയോയ്ക്ക് കുറച്ച് ടൈമിംഗ് ചേഞ്ച് വരുത്തണം. സോ അതിനായിട്ട് നമ്മളിങ്ങനെ നടുക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ ഈ ഒരു സിമ്പിൾ കണ്ടോ, അതായത് ഈ സിമ്പിൾ നമ്മൾ പ്രസ് ചെയ്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ നമ്മൾ ആ കട്ടൊന്നും അനക്കുന്നില്ല, പക്ഷേ അതിൻ്റെ അകത്തെ വീഡിയോ ആണ് നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്. സോ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഏഴാമത്തെ ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യണമെങ്കിൽ ഒരു ക്ലിപ്പിനകത്ത് ക്ലിപ്പിലോട്ട് പോകണം, ബിറ്റ്വീനിൽ നിങ്ങൾക്ക് ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ പ്ലേ ഹെഡ് പ്ലേസ് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് ഇങ്ങനെ ആഡ് ചെയ്യും അല്ലേ. പക്ഷേ നിങ്ങൾക്ക് ഒരു ക്രോസ് ഡിസോൾവ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആ ഒരു മിഡിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കൊരു ഗ്രീൻ ആരോ കാണുന്നതായിരിക്കും. നിങ്ങൾ പ്ലേ ഹെഡ് അവിടെ തന്നെ വെച്ചതിന് ശേഷം നിങ്ങൾ കീബോർഡിലെ കമാൻഡ് പ്ലസ് ടി പ്രസ് ചെയ്യണമെങ്കിൽ കണ്ടോ ഒരു ക്രോസ് ഡിസോൾവ് അവിടെ ഓട്ടോമാറ്റിക്കലി ആഡ് ആയിട്ടുണ്ട്. ഈ ക്രോസ് ഡിസോൾവ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഇൻ്റർവ്യൂ അതുപോലെ എന്തെങ്കിലും ഫുട്ടേജൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ കട്ട് ചെയ്യുന്ന അറിയാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ ക്രോസ് ഡിസോൾവ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ എനിക്ക് ചേഞ്ച് അറിയാം. അപ്പോൾ ഞാൻ ചേഞ്ച് ഉള്ള ഒരു ക്ലിപ്പ് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ട്രിം എഡിറ്റ് മോഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അകത്തത് കട്ടൊന്ന് മാറ്റുവാണ്. കണ്ടോ ക്രോസ് ഡിസോൾവ് വളരെ ബ്ലെൻഡായിട്ട് തന്നെ നമുക്ക് ആ ഒരു അറിയാത്ത രീതിയിൽ തന്നെ ആ ഒരു കട്ട് അവിടെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനാണ് നിങ്ങൾ ക്രോസ് ഡിസോൾവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇനി എട്ടാമത്തെ ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നമ്മൾ എഡിറ്റൊക്കെ സെറ്റായി, പക്ഷേ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഇടയിലൊരു ക്ലിപ്പ് ആഡ് ചെയ്യണം. സാധാരണ നമ്മൾ എന്തോ ചെയ്യുന്നത് അതിനെല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം അതിനൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യാൻ നോക്കും അല്ലേ, അതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യാനായിട്ട്. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇതെല്ലാം ഒരുമിച്ച് തന്നെ മൂവ് ആക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ക്ലിപ്പാണ് നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യാൻ വിചാരിച്ചത്, നിങ്ങൾ ആ ക്ലിപ്പിനെ സെലക്ട് ചെയ്ത് നിങ്ങൾ കീബോർഡിൽ ഷിഫ്റ്റും കമാൻഡ് ഒരുമിച്ച് പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഡ്രാഗ് ചെയ്യുവാണെങ്കിൽ കണ്ടോ ഓൾറെഡി ആ ഒരു കട്ട് അവിടെ ഇങ്ങനെ തന്നിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ ക്ലിപ്പിനെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഷിഫ്റ്റും കമാൻഡ് പ്രസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളിങ്ങനെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ അതിനെ കട്ട് ചെയ്തുകൊണ്ടായിരിക്കും, അതിനെ ഹൈഡ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു ക്ലിപ്പ് ആഡ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ ഷിഫ്റ്റും കമാൻഡ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ ആ ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ കട്ടില്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്ലിപ്പിനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മൾ 9th ട്രിക്കിലേക്ക് വരാം. 9th ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ ഒരു സേഫ് ഏരിയ ഉണ്ട് അല്ലേ, അതായത് നിങ്ങൾ എന്തെങ്കിലും ടെക്സ്റ്റോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കട്ടായി പോകാൻ പാടില്ല. അങ്ങനെ കട്ടായി പോയിരിക്കാനായിട്ട് നിങ്ങൾക്ക് സേഫ് ഏരിയ കേട്ട് ഡൗൺ ചെയ്ത് ഓൺ ആക്കാൻ പറ്റും. സോ അതിനായിട്ട് നിങ്ങൾ നേരെ മേളിലുള്ള ഈ ഓപ്ഷനിൽ വന്നിട്ട് ഇവിടെ 16:9 എന്ന് പറഞ്ഞൊരു റേഷ്യോ ഞാൻ ഇപ്പോൾ ഓൺ ആക്കുന്നത്. നിങ്ങൾക്ക് പല റേഷ്യോസ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. ഞാൻ അതിനെ എനേബിൾ ആക്കിയിട്ട് ഒന്ന് കാണിച്ചു തരാം.
കണ്ടോ. അപ്പോൾ നമുക്കൊരു 9:16 റേഷ്യോയുടെ സേഫ് ഏരിയയുടെ ഓൺ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് വെച്ച് എഡിറ്റ് ചെയ്താലും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഷോർട്സിലോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അതേ സെയിം പൊസിഷൻ തന്നെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സേഫ് ഏരിയ കേടൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ 10ാമത്തെ ട്രിക്കിലേക്ക് വരാം. 10ാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് കളർ പേജിൽ ഒരു അഡ്വാൻസ് ട്രിക്കാണ്. അതായത് നിങ്ങളെ കളർ ഗ്രേഡിംഗ് ഒക്കെ നിങ്ങൾക്ക് ഒരു പവർ ഗ്രേഡ് ആയിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലിപ്പിൽ കുറച്ച് ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഗ്രേഡ് നിങ്ങൾക്ക് എപ്പോഴും സേവ് ആക്കി വെക്കാം. സോ അതിനായിട്ട് ഞാൻ ഈ ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഈ ഒരു ടാബ് ഓഫ് ആയിരിക്കും, ഈ ഒരു ടാബ് അല്ലെങ്കിൽ ഈ ഒരു ടാബ് ഓഫ് ആയിരിക്കും. ഈ ടാബ് എനേബിൾ ആക്കിയതിന് ശേഷം ഇവിടെ കണ്ടോ പവർ ഗ്രേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇതിനെ എപ്പോഴും മെയിൻലി ഉപയോഗിക്കുന്ന കുറച്ച് പവർ ഗ്രേഡ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗ്രാബ് സ്റ്റിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റിൽ ഇവിടെ ഗ്രാബ് ആയിട്ടുണ്ട്. ഇനി ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ റീസെറ്റ് കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഇതേ സെയിം ഗ്രേഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ അതേ സെയിം ഗ്രേഡ് തന്നെ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരേ സെറ്റപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രേഡ് ഒരു വട്ടം ചെയ്താൽ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീണ്ടും ആഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എഡിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴും ആ ഗ്രേഡ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 11ാമത്തെ ട്രിക്ക് എന്ന് വെച്ചാൽ നമുക്ക് കളർ ഗ്രേഡിങ് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ പല മറ്റു വീഡിയോസിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് വേറെ ഒന്നുമില്ല, നമ്മൾ സാധാ ടെക്സ്റ്റ് കോപ്പി എന്ന് പറയുന്നത് കമാൻഡ് C അതുപോലെ കമാൻഡ് V എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പേസ്റ്റ് ആക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഒന്നിലധികം ക്ലിപ്പിന് ഇതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിൽ സെയിം മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങളിപ്പം ഈ ഒരു ക്ലിപ്പിനെ സെലക്ട് ചെയ്ത് ഇവിടം വരെയാണ് നിങ്ങൾക്ക് ആ ഗ്രേഡ് കോപ്പി ചെയ്യണമെങ്കിൽ നിങ്ങൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് അവിടെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടത് അതെല്ലാം ഒരുമിച്ച് സെലക്ട് ആക്കാൻ പറ്റും. നിങ്ങൾ വീണ്ടും കമാൻഡ് V അടിക്കുവാണെങ്കിൽ എല്ലാ ഗ്രേഡും എല്ലാ ക്ലിപ്പിൽ ഇത് കണക്ക് അപ്ലൈ ആവുന്നതായിരിക്കും. സോ ഇങ്ങനെ നിങ്ങൾക്ക് കളർ ഗ്രേഡ് വളരെ ഈസി തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ 12ാമത്തെ ട്രിക്കിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം കാര്യത്തിൽ ഒരുമിച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഉപയോഗിക്കാം. സോ അതിനായിട്ട് നിങ്ങൾ എഫക്റ്റ് ടാബിൽ ഫസ്റ്റ് കാണുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ അല്ലെങ്കിൽ നേരെ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്തതിന് ശേഷം ഞാൻ ലെങ്ത് ഇച്ചിരി ഒന്ന് ഇൻക്രീസ് ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇച്ചിരി ഇൻക്രീസ് ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ താഴെ ഒരുപാട് ക്ലിപ്പ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പം ജസ്റ്റ് ഇവിടം വരെ ഇൻക്രീസ് ആക്കി കൊടുത്തു. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ താഴെ ഇത്രയൊരു ക്ലിപ്പ് ഉണ്ടല്ലോ, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അത്രയും ഒരുമിച്ച് സൂം ആക്കണമെങ്കിൽ അതിൻ്റെ താഴെ ഏതൊക്കെ ക്ലിപ്പുണ്ടോ എല്ലാ ക്ലിപ്പും ഇതിനൊക്കെ സൂമിൻ ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും എഫക്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ ആഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ താഴെയുള്ള എല്ലാ ക്ലിപ്പിലും അത് എഫക്റ്റ് ആവുകയും ചെയ്യും. സോ അങ്ങനെ നിങ്ങൾക്ക് ഒരേ സമയത്ത് തന്നെ എല്ലാ ക്ലിപ്പിലും ഒരു എഫക്റ്റൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എഡിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മളെ 13ാമത്തെ ഷോർട്ട് കട്ടിലേക്ക് പോകാം. ഇതൊരു ഷോർട്ട് കട്ടാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിനെ ആഡ് ചെയ്തു, അതിനുശേഷം ഞാൻ ഇത്തിരി സൂമിൻ ഒന്നുകൂടെ ആക്കുവാണ്. അപ്പോൾ ഈ ആഡ് ചെയ്ത് കൊള്ളത്തില്ലെന്ന് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കീബോർഡിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസേബിൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിസേബിൾ ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ അത് ഓഫ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ എനേബിൾ ആക്കിയിട്ടുണ്ട്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നല്ല ഏതൊരു ക്ലിപ്പിനെ നമുക്ക് ഡിസേബിൾ ആക്കി നോക്കാനും ഇതേപോലെ ഈ ഒരു D ഉപയോഗിച്ചിട്ട് അതായത് ഡിസേബിൾ ആക്കി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇനി നമുക്ക് 14ാമത്തെ ട്രിക്കിലേക്ക് വരാം. അതായത് നിങ്ങൾക്ക് പവർ ബിൻസ് ഉപയോഗിക്കാൻ പറ്റും. ഈ പവർ ബിൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ സെയിം ആയിട്ടുള്ള എഫക്റ്റോ കാര്യങ്ങളോ ടെക്സ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമേജോ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാ എഡിറ്റ് നിങ്ങൾ ഒരേ സമയം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എഡിറ്റ് ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ആക്കിയാലും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ട് ആക്കേണ്ടി വരും അല്ലേ. പക്ഷേ നിങ്ങൾ പവർ ബിൻ വെക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ പ്രൊജക്റ്റിലും നിങ്ങൾക്ക് സെയിം ആയിട്ടൊരു മീഡിയ പോൾ കിട്ടും. സോ ഇതാണ് എൻ്റെ പവർ ബിൻ എന്ന് പറയുന്നത്. സോ അതിൽ മാസ്റ്റർ എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ഇത്ര എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒരു ബിൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് പവർ ബിൻസ് ആഡ് ആക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് പവർ ബിൻസ് കണ്ടില്ലെങ്കിൽ അതായത് ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടോ ഷോ സ്മാർട്ട് ബിൻസ് ഉണ്ട്. ഷോ പവർ ബിൻസ് എനേബിൾ ആക്കി ശ്രദ്ധിക്കുക. അപ്പോൾ പവർ ബിൻസ് ഇല്ല, നിങ്ങൾ നേരെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഷോ പവർ ബിൻസ് പറഞ്ഞ ടാബ് ടിക്ക് ചെയ്തിടുക. അപ്പോൾ നിങ്ങൾക്ക് പവർ ബിൻസ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഇനി ഏത് പ്രൊജക്റ്റ് ഓപ്പൺ ആക്കിയാലും നിങ്ങൾ ആഡ് ചെയ്ത എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ തന്നെ കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മൾ 15ാമത്തെ ട്രിക്കിലേക്ക് വരാം. 15ാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ കസ്റ്റം എക്സ്പോർട്ട് സെറ്റിംഗ്സ് ഒക്കെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. സോ അതിനായിട്ട് ഞാൻ ദാണ്ട് ഇവിടെ ഇപ്പം ഡെലിവറി പേജ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി കുറച്ച് കസ്റ്റം എക്സ്പോർട്ട് സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമായിട്ടുള്ള എക്സ്പോർട്ട് സെറ്റിംഗ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതേപോലെ പ്രീസെറ്റ് ആയിട്ട് സേവ് ആക്കാൻ പറ്റും. ഞാൻ ഇവിടെ കുറച്ച് റീൽസിനുള്ള ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രീസെറ്റ് ആയിട്ട് സേവ് ആക്കി വെച്ചിട്ടുണ്ട്. എക്സ്പോർട്ട് സെറ്റിംഗ്സ് ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ റീൽസിലെ എക്സ്പോർട്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ കസ്റ്റം എക്സ്പോർട്ട് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ സേവ് ആക്കി വെച്ചതിന് ശേഷം ഇതൊരു പ്രീസെറ്റ് ആയിട്ട് സേവ് ആക്കാനായിട്ട് ഈ ഒരു 3 ഡോട്ടിൽ വന്നിട്ട് ഇവിടെ കണ്ടോ സേവ് ആസ് ന്യൂ പ്രീസെറ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേരും കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. സേവ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു പ്രീസെറ്റ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് പ്രീസെറ്റ് ഞാൻ ഇവിടെ സേവ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ 16ാമത്തെ ട്രിക്കിലേക്ക് പോകാം. ഈ 16ാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ഒരുപാട് എഡിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് വലിയ ടൈം ലൈനിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മെയിൻലി ആവശ്യമുള്ള കാര്യമാണ് ഈ മാർക്കേഴ്സ് എന്ന് പറയും. എവിടെയാണ് മാർക്കർ ആഡ് ആക്കേണ്ടത് അവിടെ നിങ്ങൾ പ്ലേ ഹെഡ് വെച്ചതിന് ശേഷം നിങ്ങൾ കീബോർഡിൽ എംപ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മാർക്കർ ആഡ് ആക്കാൻ പറ്റുന്നതാണ്. ഇനി അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് ഇങ്ങനെ ഓപ്പൺ ആയി കിട്ടും. ഇവിടെ നിങ്ങൾക്ക് നോട്ട്സോ നിങ്ങൾക്ക് നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ മെസ്സേജ് നിങ്ങൾക്ക് മറ്റൊരു എഡിറ്ററിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ മറന്നു വരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ മാർക്കറായിട്ട് ആഡ് ആക്കാൻ പറ്റും. ശരിക്കും ഈ മാർക്കർ എന്ന് പറഞ്ഞാൽ നല്ലൊരു
ഫീച്ചറാണ്. അപ്പം നമ്മൾ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ വെക്കത്തില്ലേ, അതേപോലെ ഈ ഡാവിഞ്ചി റിസോൾവിലെ എഡിറ്റ് പേജിൽ സ്റ്റിക്കി നോട്ട്സ് ആണെന്ന് പറയുന്നത് ഈ ഒരു മാർക്കർ എന്ന് പറയുന്നത്. ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാം, കീവേഡ്സ് ആഡ് ചെയ്യാം, അതുപോലെ കളർ മാറ്റാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈവൻ എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ പറ്റും. നിങ്ങൾ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ നിങ്ങൾക്ക് അതൊരു എക്സ്റ്റെൻഡ് ആക്കിയിട്ട് ഇത്രയും പാർട്ടിനെയാണ് നിങ്ങൾ ആ ഒരു മാർക്കർ കൊണ്ട് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എഡിറ്റ് നിങ്ങൾക്ക് അഡ്വാൻസ് ആക്കി നിങ്ങൾ കാര്യങ്ങളൊക്കെ മറന്നു വരയ്ക്കാനായിട്ട് മാർക്കർക്ക് അഡ്വാൻസ് ആയിട്ട് രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ അതിനകത്ത് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ക്ലിപ്പും മറ്റൊരു ക്ലിപ്പായിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. സോ അതിനായിട്ട് നിങ്ങൾ ആ ഒരു ക്ലിപ്പിനെ സെലക്ട് ചെയ്ത്, ഇപ്പോൾ എനിക്ക് ഈ ഒരു ക്ലിപ്പ് ഇവിടെ ആക്കണം, ഈ ഒരു ക്ലിപ്പ് ഇവിടെ ആക്കണം അല്ലേ, അങ്ങനെ ആ ക്ലിപ്പിനെ അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കമാൻഡ് പ്ലസ് കോമ എടുക്കുവാണെങ്കിൽ കണ്ടോ ആ ഒരു ക്ലിപ്പ് എൻ്റയർലി സ്വിച്ച് ആയിട്ടുണ്ട്. അതുപോലെ തിരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്യാം. കണ്ടോ കോമ നിൽക്കുവാണെങ്കിൽ അതൊരു ലെഫ്റ്റിലേക്ക് സ്വിച്ച് ആവും, ഇനി ഡോട്ട് നിൽക്കുവാണെങ്കിൽ റൈറ്റിലേക്ക് സ്വിച്ച് ആവും. സോ ഇതിനൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലിപ്പിന് നിങ്ങൾക്ക് ചേഞ്ചസും കാര്യങ്ങളൊന്നും വരുത്താതെ തന്നെ ഈ സ്വിച്ച് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ 18ാമത്തെ ട്രിക്കിലേക്ക് വരാം. നിങ്ങൾ അതിന് ടൈം ലൈൻ കണ്ടു, ഇവിടെ ടൈം ലൈൻ 1, ടൈം ലൈൻ 2, ടൈം ലൈൻ 3 എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടൈം ലൈൻസ് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു സ്റ്റാക്ക് ടൈം ലൈൻ എനേബിൾ ആക്കണമെങ്കിൽ ഇവിടെ ടൈം ലൈൻ വ്യൂ ഓപ്ഷനിൽ വന്നതിന് ശേഷം ഇവിടെ കണ്ടു ഡിസ്പ്ലേ സ്റ്റാക്ക് ടൈം ലൈൻ ഓഫ് ആക്കിയാൽ ഇങ്ങനെ കാണത്തില്ല, നിങ്ങൾക്ക് ഇങ്ങനെയും കാണുന്നത്. നിങ്ങൾക്ക് ഇതിനൊക്കെ ഒരുപാട് ടൈം ലൈൻ എനേബിൾ ആക്കണമെങ്കിൽ വീണ്ടും ആ ഒരു ഓപ്ഷൻ മെനുവിൽ വന്നിട്ട് ഈ ഡിസ്പ്ലേ സ്റ്റാക്ക് ടൈം ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ആക്കി കൊടുക്കുക. നിങ്ങൾ ഒരുപാട് മൾട്ടിപ്പിൾ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ഓരോ ഡിസിഷനും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നിങ്ങൾ ഡിഫറെൻറ്റ് ടൈം ലൈൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെക്കുന്നതൊക്കെ നല്ലതായിരിക്കും. സോ അങ്ങനെയുള്ളപ്പോഴാണ് ഈ ഒരു ഡിസ്പ്ലേ സ്റ്റാക്ക് ടൈമിൽ നിങ്ങൾ യൂസ് ആക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ട്രിക്കായിട്ടുള്ള 19ാമത്തെ ട്രിക്കിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് എനിക്ക് തൊട്ട് മേലത്തെ ട്രാക്കിലേക്ക് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മേലോട്ടാകും. പക്ഷേ അതിന് പകരം നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കീബോർഡിൽ ഓൾട്ട് അല്ലെങ്കിൽ ഓപ്ഷൻ പ്രസ് ചെയ്യുന്നത് തന്നെ നിങ്ങൾ കീബോർഡിലെ ആരോ കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ അത് നിങ്ങൾക്ക് മേലോട്ടും താഴോട്ടൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഡ്രാഗ് ചെയ്ത് നാവിഗേറ്റ് ചെയ്ത് യൂസ് ആക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രിക്കിലേക്ക് വരാം. ഞാൻ അപ്പോൾ കുറേ ഷോർട്ട് കട്ട്സോ അതുപോലെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞു തന്നല്ലേ. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ കളർ പേജിൽ ഒരു ഷോർട്ട് കട്ട് കസ്റ്റമൈസ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ എനിക്കൊരു ലേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ ഇങ്ങനെ നമ്മൾ സാധാരണ ക്ലിക്ക് ചെയ്തു, ആഡ് ലേബിൾ കൊടുത്തതിന് ശേഷം ഇവിടെ CST എന്നോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലേബൽ ചെയ്യും അല്ലേ. നമുക്ക് ലേബൽ ചെയ്യാനായിട്ട് പുതിയൊരു നോഡ് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് തന്നെ റീസെറ്റ് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഏറ്റവും മുകളിൽ ഡാവിഞ്ചി റിസോൾവ് ഇവിടെ വരിക. ഇവിടെ തൊട്ട് താഴെ 3ാമത്തെ ഓപ്ഷൻ കീബോർഡ് കസ്റ്റമൈസേഷൻ എന്നെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ കണ്ടോ ഒരുപാട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞ നമുക്ക് ലേബിൾ നോക്കുവാണെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്ത് നമുക്ക് ആ ലേബിൾ കണ്ടുപിടിക്കാം. ഞാൻ ലേബൽ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. ടൈപ്പ് ചെയ്തും ഇവിടെ കണ്ടോ കളർ നോട്ട്സിന് അണ്ടറിലാണ് വരുന്നത്. ഇവിടെ കണ്ടോ നോട്ട് ലേബൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കീ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഏത് കീ കൊടുക്കാം, L തന്നെ കൊടുക്കുകയാണ്, ലേബൽ ഫോർ L എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഒരു ഇതുണ്ടെങ്കിൽ ആ ഒരു കീ അവിടെ സെലക്ട് ആകത്തില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ ഒരു ടാബ് കൊടുക്കുകയാണ്, ടാബ് സ്പേസ്. ഓക്കെ, ടാബ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ടാബ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലേബിൾ വരാം, നമുക്ക് വർക്കാവാൻ നോക്കാം, സേവ് കൊടുക്കാം. ഓക്കെ, നമുക്കൊരു പ്രീസെറ്റ് ആയിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഡാവിഞ്ചി റിസോൾവ് ന്യൂ എന്ന് പറഞ്ഞൊരു പ്രീസെറ്റ് കൊടുത്ത് സേവ് ആക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ടാബ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ലേബൽ ഉണ്ടോ ഓട്ടോമാറ്റിക്കലി ലേബൽ വന്നിട്ടുണ്ട്. നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ലേബലിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ആ ഷോർട്ട് കട്ട് കാണുകയും ചെയ്യാം. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാവിഞ്ചി റിസോൾവിൽ ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ നല്ല പവർഫുൾ ആയിട്ടുള്ള 20 ടിപ്സും അതുപോലെ ട്രിക്സും ഷോർട്ട് കട്ട്സും ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് സിമ്പിളാണ്. നിങ്ങളുടെ അടുത്ത സമയം നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഷോർട്ട് കട്ട്സും ട്രിക്സൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾ എഡിറ്റ് ഒരു 50% നിങ്ങൾക്ക് ഫാസ്റ്ററായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ഡെയിലി ഇതുപോലത്തുള്ള ഡാവിഞ്ചി റിസോൾവിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ വേണമെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡാവിഞ്ചി റിസോൾവിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് മാത്രമല്ല മറ്റ് ഫിലിം മേക്കിങ്ങിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ എല്ലാ വീഡിയോയിലും പറയും ഫിലിം മേക്കിങ്ങിൻ്റെ അപ്ലോഡ് ചെയ്യും, പക്ഷേ ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്തായാലും ഞാൻ ഇനിയും നല്ല അഡ്വാൻസ് ആയിട്ടുള്ള ഫിലിം മേക്കിങ്ങും ലൈറ്റിങ്ങും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാനിലുണ്ട്. ഞാൻ അതൊക്കെ എന്തായാലും പൊതുവെ കാണാം. സോ അതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ കാത്തിരിക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ വീഡിയോയുടെ ടാർഗറ്റിൻ്റെ കാര്യം മറക്കേണ്ട. 5K വ്യൂസും 1K ലൈക്കുമാണ് ഞാൻ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക. ഞാൻ ഇനി ഇതേപോലെ മറ്റൊരു ഡാവിഞ്ചി റിസോൾവിൻ്റെ പവർഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സും ട്യൂട്ടോറിയലും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ ബൈ.